ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയ്ക്കാണെങ്കിൽ ഉറക്കമൊന്നും വരാഞ്ഞിട്ട് കമലയെ വിളിക്കണേ. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട് അവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നുള്ള കാര്യം. അലീന തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അവളുടെ കയ്യിലാണ് ഈ വീടിപ്പോൾ. അവളാണ് വീട് ഭരിക്കുന്നത്. എന്തിനു പറയണം, ബാലചന്ദ്രനോടൊന്ന് മിണ്ടണമെങ്കിൽ കാണണമെങ്കിൽ അവളുടെ അനുവാദം കൂടിയേ തീരുള്ളൂ എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, നിനക്കെന്താ നേരിട്ട് പോയി കാണാമല്ലേ? അങ്ങനെ പറ്റില്ലല്ലോ, എന്നെ കണ്ട കാലി തുള്ളല്ലേ? എന്നെ കണ്ട കാലി തുള്ളുവെങ്കിൽ എന്നോട് അങ്ങോട്ട് പോവണ്ട എന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം എന്ന് പറയുന്നുണ്ട്. അപ്പൊ കമല പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്നാ പിന്നെ ബാലചന്ദ്രനെ കുറച്ചു നാളത്തേക്ക് അങ്ങ് വിട്ടുകളാ, എവിടെ വരെ പോകുന്നു നമുക്ക് നോക്കാലോ എന്ന് പറയാൻ കേട്ടോ കമല. പിന്നീട് പറയുന്നുണ്ട്, നിനക്ക് അമ്മയോട് ചെന്ന് പറയാമേലേ? ആ, നല്ല കഥയായി. അമ്മ അലീനയുടെ ഭാഗത്തല്ലേ? അലീനയെ ഇവിടെ പിടിച്ച് താങ്ങി നിർത്തല്ലേ? മകളുടെ ജീവിതമാണ് തകരുന്നതെന്ന് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ വൈജ് ഇങ്ങനെ പറയാണ്. അമ്മയ്ക്ക് ഇവിടെ കിടന്ന് സൂയിച്ചു പോയി. എന്തായാലും അടുത്ത ചെക്കപ്പിനുള്ള സമയമായി, അതുകൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് ബെൽറ്റ് അയച്ച് കൊല്ലപ്പള്ളിയിലേക്ക് ഞാൻ കൊണ്ടുവിടുന്നു പറഞ്ഞപ്പോഴേക്കും നമ്മുടെ കമലയുടെ കാറ്റ് പോവാണ് കേട്ടോ. ഇങ്ങോട്ടേക്കോ എന്നങ്ങ് ചോദിക്കാണ്. ആ, കൊല്ലപ്പള്ളിയിലേക്ക്. അമ്മയെ അവിടെ തന്നെ അല്ലായിരുന്നോ? അവിടുന്നല്ലേ അലീനയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. അമ്മ ഇവിടെ ഇല്ലാതിരുന്നാൽ അലീനയും ഇവിടെ കാണില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ വൈജ. അപ്പോഴൊക്കെ കമല ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ നോക്കുന്നത്. അതിന് അമ്മയ്ക്ക് സുഖമായോന്ന് ചോദിക്കുമ്പോൾ സുഖമായി കമലടത്തി, എങ്കിലും അലീനയെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി അഭിനയിക്കുക. ആ അഭിനയം ഞാനങ്ങ് നിർത്തും, നേരെ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുവിടും. അപ്പോൾ അലീന ഇവിടെ കാണില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ കമല പറയുന്നുണ്ട്, അതെ അപ്പോൾ അലീന ഇങ്ങ് പോന്നാൽ ബാലചന്ദ്രന് ആരാ നോക്കുകയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ലീവ് എടുത്ത് നോക്കിക്കോളാം, അതൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ജോലി രാജിവെച്ചോളാം. എങ്കിലും വേണ്ടിയില്ല കമലടത്തി, അവൾ ഇവിടുന്ന് പോവുമല്ലോ എന്ന് പറയണേ. അപ്പൊ നമ്മുടെ കമല പറയുന്നുണ്ട്, അങ്ങനെ വേഗത്തിലൊരു തീരുമാനമൊന്നും എടുക്കരുത്. നമ്മൾ പെട്ടെന്നെടുത്ത തീരുമാനം നമ്മൾക്ക് തന്നെ പാരയായി വരാറുണ്ട്. അപ്പൊ ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. നീയേ ഒരു കാര്യം ചെയ്യേ, കുറച്ചൊന്ന് നല്ലോണം ആലോചിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് കാര്യം എന്നെ വിളിച്ച് പറയാന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് കമല ഫോൺ കട്ട് ചെയ്യാണേ. അങ്ങനെ പിന്നെ നമ്മുടെ ഗോവർദ്ധൻ വരുന്നുണ്ട്. എന്നിട്ട് അലീനയോട് സംസാരിക്കും. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനേ സാറിനെ കണ്ടൊന്ന് അനുവാദം ചോദിച്ചിട്ട് വരാവേ എന്ന് പറയുമ്പോഴേക്കും ഗോവർദ്ധൻ പറയും, ഞാനേ അദ്ദേഹത്തിന്റെ ബ്രദറിൻലോ ആരായാലും സാറിന്റെ മക്കളായാൽ പോലും അനുവാദം ചോദിച്ചിട്ട് കയറ്റി വിട്ടാൽ മതി എന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സാറ് ടെൻഷൻ ആവുന്ന സമയമാണല്ലോ, അതുകൊണ്ടാണേ ഒന്ന് ചോദിച്ചിട്ട് വന്നേക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന അങ്ങ് കയറി പോട്ടോ. അപ്പോഴേക്കും നമ്മുടെ വൈജ അങ്ങോട്ടേക്ക് വരികയും ഗോവർദ്ധനോട് സംസാരിക്കുകയും ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ മുകളിലത്തെ റൂമിലാ. അതെന്ത് പറ്റി ചേച്ചി എന്ന് പറയുമ്പോഴേക്കും പുതിയ ഭരണപരിഷ്കാര ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഗോവർദ്ധൻ എന്തായാലും മുകളിലേക്കല്ലേ പോകുന്നത്, അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ ചോദിക്കും, ബാലേട്ടൻ ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ട് അനുവാദമൊക്കെ ചോദിച്ചിട്ടാണോ കയറ്റുന്നത്? ആ, അതും ഈ ഭരണപരിഷ്കാരത്തിൽ ഉൾപ്പെടും. ഇവിടെ ഇന്ന ആള് വന്നിട്ടുണ്ടെന്ന് അലീന പോയി പറയണം. എന്നിട്ട് അദ്ദേഹം യെസ് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ കയറ്റി വിടുള്ളൂ, അല്ലെങ്കിൽ ഗോവർദ്ധന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അതും കൂടി എന്തിനാന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഗോവർദ്ധനോട് മുകളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് പറയാണ് വൈജ. അവളുടെ അനുവാദത്തിനൊന്നും കാത്തു നിൽക്കണ്ടെന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ അത് കേട്ടിട്ട് മുകളിലേക്ക് കയറി പോവാണ് കേട്ടോ. പിന്നീടാണെങ്കിൽ ഗോവർദ്ധനെ അലീനയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. അപ്പോൾ അലീന പറയും അദ്ദേഹത്തെ അറിയാന്നുള്ള കാര്യം. ഞാൻ ജ്യൂസ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അലീന ജ്യൂസൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ പറയും, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ അലീനയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ബാലേന്ദ്രൻ പറയും, നോക്ക് ഗോവർദ്ധൻ, ഞാൻ അലീനയെ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ എന്താന്നറിയാത്ത മട്ടിൽ അങ്ങനെ നോക്കി നിൽക്കുവാണേ. അതേടോ, ഇപ്പൊ അവളെ ഒരു ഹോം നേഴ്സ് അല്ല, ഇവിടുത്തെ വീട്ടുവേല ജോലിക്കാരിയോ അല്ല, ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു കുട്ടി മാത്രാണ്. അപ്പോ അതല്ലേ ആ പോസ്റ്റല്ലേ അവൾക്ക് ഏറ്റവും യോജിച്ചത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു തസ്തിക ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഇരിക്കട്ടെടോ, നല്ലൊരു പേരല്ലേ അത്. ആൾക്കാരെന്തായാലും ആ പോസ്റ്റ് കേട്ടാൽ തന്നെ എന്തോ വലിയ കാര്യാന്ന് വിചാരിച്ചോളും. എനിക്കൊരു വെയിറ്റ് ഇരിക്കട്ടെടോ എന്നൊക്കെ പറയുന്നുണ്ട് ബാലേന്ദ്രൻ. അപ്പോ ഗോവർദ്ധൻ പറയും, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, എന്തായാലും എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടു എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ചിലരുടെയൊക്കെ വായ അടപ്പിക്കാനും ഇങ്ങനൊരു വലിയ ഉരുളങ്കല്ല് ആവശ്യമായിട്ട് വരുടോ. പിന്നെ എന്റെ പെങ്ങള് വന്നിട്ട് അലീനെ എന്തിനാ ഈ വീട്ടിൽ നിർത്തുന്നത്, ചേച്ചിക്ക് ഇഷ്ടമല്ലാതെ നിന്നോട് ചോദിക്കും. അപ്പോ നീ പറയണം അലീന ഇപ്പോ ഏട്ടന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന്. അതുപോലെ തന്നെ നീ ഇവിടുന്ന് ഇറങ്ങുമ്പോ വൈജയും ചോദിക്കും, ബാലേന്ദ്രനോട് സംസാരിച്ചോ, എന്തു പറഞ്ഞു എന്നൊക്കെ. അപ്പൊ നീ പറയണം അലീനയെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുകയെന്ന്. അത് ചക്കയാണോ മാങ്ങയാണോ എന്ന് വൈജ ചിന്തിച്ചു വരുമ്പോഴേക്കും നിനക്ക് നിന്റെ വീട്ടിലെത്താടോ എന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോവാണ് കേട്ടോ.
പിന്നീട് ഗോവർദ്ധൻ താഴോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും വൈജ ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനോട് സംസാരിച്ചോ എന്നുള്ള കാര്യം. ആ സംസാരിച്ചു, എല്ലാ പേപ്പേഴ്സും ഒപ്പിട്ട് തന്നു എന്ന് ഗോവർദ്ധൻ ചുളുവിലങ്ങ് പറയണേ. എന്തിനാ മുകളിൽ പോയി താമസിക്കണേന്ന് ചോദിച്ചില്ലേ? അത് ചോദിച്ചു. ശാന്തിയും സമാധാനവും കിട്ടാൻ എന്നാ പറഞ്ഞത്. അപ്പോ അവളെ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചോ. ബാലേട്ടൻ അവിടെയാണ് ഇഷ്ടമെങ്കിൽ അവിടെ ഇരിക്കട്ടെ ചേച്ചി എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ തന്നെ താഴത്തെ റൂമിന് എന്തായിരുന്നു പ്രശ്നം? അവിടെ കിടന്ന് ഈ മേശയിൽ എല്ലാരും കൂടി ഒരുമിച്ച് ഊണ് കഴിക്കുമ്പോഴല്ല ഒരു ഹൃദ്രോഗിക്ക് ആശ്വാസം കിട്ടുന്നത്. ഇതിപ്പോ ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന് അവളെ വിളിക്കുന്നു, അവള് ഫുഡും കൊണ്ടുപോയി ചെല്ലുന്നു. എന്തിനാ അത്? ഊട്ടി കൊടുക്കാനാണോ? അങ്ങനെ ഊട്ടി കൊടുക്കാനാണെങ്കിൽ താഴെ ഉണ്ടല്ലോ ഒരു ഭാര്യയും മക്കളും, അവരെ വിളിച്ചാ പോരെയെന്ന് ചോദിക്കുമ്പോ ബാലേട്ടൻ അവിടെയാണ് സുഖം എന്നാ പറഞ്ഞേ. ആ സുഖിക്കുന്നുണ്ട്, സുഖം ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അവളെ എന്തിനാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്, പറഞ്ഞു വിട്ടൂടെ എന്ന് ഗോവർദ്ധൻ ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ ആ അതും ചോദിച്ചു. അപ്പോ ബാലേട്ടൻ എന്നോട് പറഞ്ഞു അലീന ബാലേട്ടന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന്. എന്തോന്ന് എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പറഞ്ഞു കൊടുക്കണേ. അപ്പോഴേക്കും വൈജ ഇങ്ങനെ ചിന്തിക്കുന്നത് കാണുമ്പോൾ തന്നെ ഗോവർദ്ധൻ പറയും എന്നാ ഞാൻ പൊക്കോട്ടെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വേഗം പോവാണേ. പിന്നീടാണെങ്കിൽ വൈജ റൂമിൽ നിന്ന് ബാഗ് എടുത്ത് ഇറങ്ങുമ്പോൾ നമ്മുടെ അലീന മുകളിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ. നിക്കടി അവിടെ, നിന്റെ അഴിഞ്ഞാട്ടം എന്നും കൂടി ഉള്ളൂ, ഞാൻ ശരിയാക്കി തരാം നിന്നെ എന്നും പറഞ്ഞ് ആ ബാഗും എടുത്ത് പോകുന്ന നേരത്ത് നമ്മുടെ ബബിത വന്നിട്ട് ചോദിക്കും അമ്മ എങ്ങോട്ടാ? ഞാൻ എങ്ങോട്ടെങ്കിലും ആവട്ടെ, നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. അമ്മ ഞങ്ങൾ എന്ത് ചെയ്തിട്ടാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ 3 മക്കളുണ്ടായിട്ട് എന്താ കാര്യം? അച്ഛൻ ഈ ചെയ്യുന്ന കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കല്ലേ പഴം വിഴുങ്ങിയാള് എന്നും പറഞ്ഞ് നല്ല കൊടുത്തിട്ടാണ് കേട്ടോ കാർ എടുത്ത് പോകുന്നത്. അതിനുശേഷം നേരെ അലീന വന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട് മേഡം എങ്ങോട്ടോ പോയി. എങ്ങോട്ട് പോയെന്നാ? അതറിഞ്ഞൂടാ, നിന്നോട് പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോ ആ എന്നോട് പറഞ്ഞു, വന്നിട്ട് നിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞു. അതെന്നാടി അങ്ങനെ പറഞ്ഞേ? എനിക്കറിയില്ല മുത്തശ്ശി, എന്നെ കാണുമ്പോഴേ മാഡത്തിന് കലി തുള്ളും. ആ എവിടേക്ക് ആണെങ്കിലും പോയിട്ട് വരട്ടെ, നമ്മളിപ്പോ എന്നാ ചെയ്യാനാ എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അങ്ങനെ നമ്മുടെ വൈജ പോകുന്നത് നേരെ കൊല്ലപ്പള്ളിയിലേക്കാണ്. അവിടെ വെച്ച് നമ്മുടെ കമലയുടെ അടുത്ത് പറയുന്നുണ്ട് അലീനയെ ഇപ്പോൾ ബാലചന്ദ്രന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തേക്കുക. അതിനെന്താ, അവള് ഗവൺമെന്റ് ജോലിക്കാരിയാണോ എന്ന് ചോദിക്കാട്ടോ കമല. ഇതല്ല, അതിനേക്കാളും അപ്പുറന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നാളത്തെ പ്രൊമോ ആയിട്ട് കാണിക്കുന്നത് അലീനയോട് നമ്മുടെ ബാലചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ പേരൻസിനെ വല്ലവരും അറിയോ അലീനയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും അതിലൊരാളെ ഞാൻ കണ്ടു. അപ്പൊ തന്നെ നമ്മുടെ ബാലചന്ദ്രന് മനസ്സിലാവാണ് കേട്ടോ. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അമ്മയെ ആണോ അച്ഛനെ ആണോ എന്നുള്ള ആ ഒരു ഭാഗത്തോടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.